ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഏഷ്യാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഈ സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തവിടെണ്ണയാണ് എടുത്തിരിക്കുന്നത്, ഏതെങ്കിലും ഓയിൽ എടുത്തുവെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, നോർമൽ വെള്ളം തന്നെ ഉപയോഗിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തേക്കണയാണ് കേട്ടോ ഇത്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം. അത് ആവശ്യമുണ്ട് ചേർത്തച്ചാൽ മതി കേട്ടോ, ഓപ്ഷനിലാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതുപോലെ തന്നെ ഇതിന് പുളിക്ക് വേണ്ടിയിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ചെറിയ ഉരുളകളായിട്ട് ഞാനിത് ഈ ഒരു ഷേപ്പിലുള്ള ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ അതാണ് ഇതുപോലെ നല്ലതായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം അത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ മാവുണ്ടല്ലോ, ആ മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു 2 വലിയ ഉരുളിയായിട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് സ്റ്റിക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ തൂവിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഷേപ്പൊന്നും പ്രശ്നമല്ല. നമുക്കൊരു പിന്നീട് ഒരു പാത്രം വെച്ചിട്ടൊക്കെ ആ ഷേപ്പാക്കി എടുത്തേച്ചാൽ മതി. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രം വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഒരു റൗണ്ട് ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഇതിന് എല്ലാ വശങ്ങളും ഒന്നുകൂടി ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാ വശത്തോടെയും, അതായത് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഓരോ വശത്തോടെയും നമുക്ക് ഈ വെള്ളം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. മൊത്തത്തിൽ വയ്ക്കേണ്ട 2 സൈഡിലും താഴെയായിട്ടും തേച്ച് കൊടുത്താൽ മതി. എന്നിട്ടിത് ഈ ഒരു റോള് സെൻറ്ററിലായിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ 2 സൈഡും ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഇതൊന്ന് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു കൊടുക്കുന്നത്. മൈദ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അടച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും ഒന്ന് നമ്മളെന്താ പറയുക, ഒന്നൊന്ന് വലിച്ചു കഴിയുമ്പോഴത്തേനും അതിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ വന്നോളും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും എണ്ണയിലിട്ടിട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് എന്താ പറയുക, പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാനും അതുപോലെ കുറച്ച് സോസൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഏഷ്യാസ് ക്രിയേഷൻസ്.